വ്യത്യസ്തമായ ഭൂവിഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭം ധരിച്ച മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ഏറെ പ്രസിദ്ധമായ വാക്കുകളാണിവ. ഇത് അക്ഷരങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയും നാം അറിഞ്ഞ കൂടല്ലൂർ. കൂടല്ലൂർ അങ്ങനെ ഒരു വിഖ്യാതമായ ഗ്രാമമൊന്നുമല്ല. ഈ പാലക്കാട് കൊല്ലങ്കോടിനടുത്തൊരു കൂടല്ലൂരുണ്ട്. പിന്നെ ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ ഒരു പടത്തിൻ്റെ വർക്കായിട്ട് വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആളുകളോട് എത്തേണ്ട സ്ഥലം കൂടല്ലൂരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അവർ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ട് എത്തിയത്. പക്ഷേ ഈ സ്ഥലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ 2 പുഴകൾ ചേരുന്ന ഒരു സ്ഥലമാണ്. ഈ കുന്തിപ്പുഴ അവിടെ നിന്ന് വരുന്നു, ഭാരതപ്പുഴ ഇവിടെ നിന്ന് വരുന്നു. ഇത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ പേര് അങ്ങനെ ഉണ്ടായതായിരിക്കാം. ഈ കൂട്ടക്കടവ്, ഇതിനെ പറ്റിയിട്ട് അമരം പാരമേശ്വരിയിൽ പറയുന്നുണ്ട്. അമരകോശത്തിൻ്റെ വ്യാഖ്യാനമാണ് അമരം പാരമേശ്വരി. അതിൽ ഈ വാരിവർഗം വെള്ളമായിട്ട് ബന്ധപ്പെട്ട അധ്യായത്തിൽ പള്ളിപ്പുറത്തിൻ്റെ അടുത്ത് വെച്ച് ഈ 2 നദികൾ ചേരുന്നത് കൊണ്ട് ഇതൊരു പുണ്യ സംഗമസ്ഥാനമാണ്, കൂട്ടക്കടവ് എന്ന് പറയുന്നു എന്നതിൽ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഞാൻ അവിടെ ജനിച്ചു, അവിടെ വളർന്നു. ഞങ്ങൾക്ക് ഈ ബാഹ്യലോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴ കടന്നിട്ട് അങ്ങോട്ട് പോകണം. പുഴ കടന്നു പോയാൽ പാസഞ്ചർ വണ്ടികൾ നിൽക്കുന്നത് പള്ളിപ്പുറം സ്റ്റേഷനിൽ. ഇപ്പുറത്തേക്ക് പോയാൽ മെയിൽ വണ്ടികൾ നിൽക്കുമ്പോൾ ഞങ്ങൾ പുഴ കടന്നിട്ട് കുറ്റിപ്പുറത്തേക്ക് പോകണം. ആ ഗ്രാമത്തിൽ വളർന്ന ആ ഗ്രാമത്തിലെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ബാല്യത്തിൽ കേട്ടിട്ടുണ്ട്. പൂമാൻതോട് മുതൽ കൈതക്കാട് വരെ നീണ്ടു കിടക്കുന്ന ഗ്രാമപ്രദേശമാണ് കൂടല്ലൂർ. ആനക്കര പഞ്ചായത്തിലാണ് കൂടല്ലൂർ ഗ്രാമം ഉൾപ്പെടുന്നത്. കണ്ണാന്തലികൾ പൂത്തുവിടർന്നു നിൽക്കുന്ന താന്നിക്കുന്നിന്റെ ചെരിവുകൾ, ഞാവൽപ്പഴങ്ങൾ വീഴുന്ന വീട്ടിക്കാടുകൾ, നിശബ്ദതയുടെ പച്ചത്തുരുത്തായ അതിരാളൻകാവ്, പരിശുദ്ധിയുടെ പര്യായം പോലെ തെളിഞ്ഞൊഴുകുന്ന നിളാനദി, പച്ചപ്പിന്റെ പുൽമൈതാനങ്ങൾ, മേയുന്ന കാലികൾ. ഈ ഗ്രാമീണ കാഴ്ചകളൊക്കെയും MTയുടെ സർഗവൈഭവത്തെ പോഷിപ്പിക്കുന്ന അനുഭവങ്ങളായി മാറുകയായിരുന്നു. അമ്മയുടെ അമ്മ ഇവരൊക്കെ പറഞ്ഞ പല കഥകളും കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. നേരിട്ട് എനിക്ക് അനുഭവം ഉള്ളത് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഇവരുടെയൊക്കെ കഥകളിൽ നിന്ന് കുറേ ക്യാരക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട്, ഇവർ പറഞ്ഞ അനുഭവങ്ങളിൽ. ഉദാഹരണത്തിന് പഴയ കാലത്ത് അതൊരു വലിയ വീടായിരുന്നു. പടിപ്പരമാളികയിലെ ഒരു ഭയങ്കരനായ കാരണം അവർ താമസിച്ചിരുന്നു. ഇവിടെയുള്ള ഈ മരുമക്കളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള അരി ഇതൊക്കെ അളന്നു കൊടുക്കുള്ളൂ. ഇയാളുടെ ശല്യം സഹിക്കാതെ മരുമക്കളെല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ കൊല്ലാൻ നിശ്ചയിച്ചു ഇയാളെ. അയാൾക്ക് ദിവസേന ഇവിടെ താഴെയുള്ള ഇപ്പുറത്തുള്ള മെയിൻ ഹൗസിലെ കുട്ടികൾക്കൊക്കെ നിസ്സാര ഭക്ഷണം, അവിടെ അദ്ദേഹത്തിന് കോഴിയിറച്ചിയും അത് കൊടുക്കുന്നതിൽ ആർസനിക് പാഷാണം കലർത്തി കൊടുത്തയച്ചു. എന്നിട്ട് മുതിർന്ന ആൺകുട്ടികൾ പറഞ്ഞു അവിടുന്ന് നിലവിളിയൊക്കെ ഉണ്ടാകും, ആരും അനങ്ങിപ്പോരുതെന്ന്. ഈ മനുഷ്യൻ അതിൻ്റെ മുകളിൽ കിടന്ന് മരിച്ചു. ഇതൊക്കെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ കഥകളാണ്. അത് പുറയമാൻ എന്ന് പറഞ്ഞൊരു അമ്മാവനായിരുന്നു അത്രേ. ആ പുറയമാൻ്റെയൊക്കെ പ്രേതം ഇവിടെയൊക്കെ നടക്കുന്നു എന്ന് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വളരുമ്പോൾ ഈ കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നൊരാൾ, അത് മുത്തശ്ശിമാർ പറഞ്ഞതാണ്, കഥകളിൽ വന്നിട്ടുള്ളതാണ്.
അടയ്ക്ക കച്ചവടമായിരുന്നു പ്രധാനം ഞങ്ങളുടെ ആ പ്രദേശത്തൊക്കെ. ഈ അടയ്ക്ക ചാലശ്ശേരി അങ്ങാടിയാണ് അടയ്ക്കയുടെ വലിയ മാർക്കറ്റ്. അവിടെ പോയിട്ട് അടയ്ക്ക വിൽക്കും. വിറ്റ് കഴിഞ്ഞിട്ടുള്ള പൈസയൊക്കെ ഇയാൾ ചെറിയ സ്വർണ്ണ നാണയമാക്കിയിട്ട് വയ്ക്കും. ബാങ്കൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ച കാശൊക്കെ ഇയാൾ മരുമക്കളൊന്നും കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്വകാര്യത്തിൽ എവിടെയോ കുഴിച്ചിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തലയ്ക്ക് ദിവസമായി ഈ കുഴിച്ചിട്ട സ്ഥലം അറിയില്ല. പിന്നെ അത് കുത്തിക്കഴിച്ചുകൊണ്ട് ഇയാൾ ഒരു ഇത് എടുത്തിട്ട് ഒരു പിക്കാസ് എടുത്തിട്ട് രാത്രിയൊക്കെ ഇവിടെ നടന്നിരുന്നു. അങ്ങനെ ഒരു ലെജൻഡ് ഉണ്ട്. അത് മുത്തശ്ശി പറഞ്ഞതാണ്. അതൊക്കെ എൻ്റെ കഥകളിൽ വന്നിട്ടുണ്ട്. മാടത്ത് തെക്കേപ്പാട്ടെ പുലി പോലുള്ള അച്ചുമ്മാന്റെ കാലത്ത് നടന്ന കുടുംബ ഭാഗം വയ്ക്കലിൽ MTയുടെ മുത്തശ്ശിക്കും മക്കൾക്കും വീടുണ്ടായിരുന്നില്ല. കുറച്ച് കൃഷിസ്ഥലം മാത്രം കിട്ടി. 2 പെൺകുട്ടികളും അതിനു താഴെ 2 ആൺകുട്ടികളുമായി മുത്തശ്ശി ശരിക്കും അനാഥമായി താന്നിക്കുന്നിന്റെ മുകളിലെ ചെട്ടികൾ താമസിച്ചിട്ട് ഒഴിഞ്ഞുപോയ ഒരു കുടിലിൽ ജീവിതം തുടങ്ങി. MTയുടെ മുത്തശ്ശൻ പുറത്താട്ടിൽ ഗോവിന്ദൻ നായർ, മുത്തശ്ശി നാരായണിയമ്മ, പെൺമക്കൾ അമ്മാളുക്കുട്ടിയും കുഞ്ചുകുട്ടിയും, ആൺമക്കൾ അച്ചുമാമയും കുട്ടമാമയും. MTയുടെ അമ്മ അമ്മാളുകുട്ടിയാണ്. അമ്മാളുകുട്ടിയെ വിവാഹം കഴിക്കുന്നത് പുന്നയൂർ കുളത്തുകാരനായ നാരായണൻ നായർ. അമ്മാളുകുട്ടി നാരായണൻ നായർ ദാമ്പത്യത്തിൽ പിറവിയെടുക്കുന്നത് 4 ആൺമക്കളാണ്. ഗോവിന്ദൻ നായർ, ബാലകൃഷ്ണൻ നായർ, നാരായണൻ നായർ, പിന്നെ 4ാമനായി MT വാസുദേവൻ നായർ. ചെറിയമ്മ കുഞ്ചുകുട്ടിയുടെ മൂത്ത മകൾ വിലാസിനി MTയുടെ പ്രിയപ്പെട്ട ഓപ്പോളുമായി. അതൊക്കെ എൻ്റെ കഥകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറേ കഥകളുണ്ട്. ഇനിയും കുറേ ലെജൻഡുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പൊന്നുമാൻ ദൈവം എന്നുള്ളതിന് പഴയ കാലത്തൊരു വഴിപാട് കൊടുത്തിരുന്നു. ആരാണ് ഈ പൊന്നുമാൻ ദൈവം? ആരായിരുന്നു? എന്താണ് അതിൻ്റെ പശ്ചാത്തലം? ആ ലെജൻഡ് ആർക്കും അറിയില്ല. അപ്പം അതിൽ തോറ്റങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ലെജൻഡുകൾ അല്ല ഞാൻ കേട്ടത്. എൻ്റെ അമ്മയും എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ കുറേ കഥകൾ, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്.